അവരെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്ത് പറയാൻ? കരുണയെക്കുറിച്ച് പറയാൻ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് ആളുകൾക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. വലിയൊരു ജനത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. കോപിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് അയക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. തെറ്റ് ചെയ്താൽ അന്നേരം ബാബിലോൺ അടിമത്തം, ഈജിപ്തിൻ്റെ അടിമത്തം, അസിറിയ അടിമത്തം, അങ്ങനെ എല്ലാ അടിമത്തങ്ങളിൽ ജീവിച്ച് നരകിച്ച് അവസാനം എല്ലാ രാഷ്ട്രീയാധിപത്യങ്ങളും കൊണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ദുരിതം പിടിച്ച് ഗതികെട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ. അവർക്കൊരിക്കലും സ്നേഹിക്കുന്ന ഒരപ്പനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയിട്ടേയില്ല. അവിടെയാണ് ഈശോ കരുണയുള്ള അപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്, കാണിച്ചു കൊടുത്തത്. ഒരു കുഷ്ഠരോഗി പഴുത്തളിഞ്ഞ് ജീർണിച്ച് അഗ്രങ്ങളെ ബാധിക്കുന്ന രോഗമാണ്, മൂക്കും കണ്ണുമില്ല, പറഞ്ഞു. അങ്ങനെ ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ ഈശോ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇങ്ങനെ തന്നെ പിതാവും എൻ്റെ അപ്പായും. ആരെയും അന്യരാക്കാത്ത ഒരപ്പനുണ്ട്, ആരെയും അവഗണിക്കാത്ത ഒരപ്പനുണ്ട്, അന്യരാക്കിയവരെ പോലും സ്വന്തമാക്കുന്ന ഒരപ്പനുണ്ട്. ഈ ഭൂമിയിൽ നീ ആർക്കും വേണ്ടാത്തവനാണ്, നിന്നെ സ്വന്തമാക്കുന്ന ഒരപ്പനുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമയിൽ, കാണാതായ നാണയത്തിന് ഉപമയിൽ, കാണാതായ ആടിന്റെ ഉപമയിൽ അല്ല, ഈ കരുണയുടെ മുഖമായി ഈശോ പഠിപ്പിക്കുന്നത്. സ്നേഹിക്കുന്ന ഒരപ്പൻ. പവിനിയെ എല്ലാവരും പുറത്തുപേക്ഷിച്ചു എറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നേ കല്ലും കട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക, എറിഞ്ഞു കൊന്നു. അർത്ഥനഗ്ന അവളുടെ ശരീരം മണ്ണിൽ കിടക്കുക. അവർ പറഞ്ഞു, ഓടോ ഈശോ പറ, ഇങ്ങനെയുള്ളവന്മാരെ ഭൂമിക്കുമേ വെച്ചേക്കരുത്, എറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ പറ, നീ എന്നാ പറയുന്നു? ഈശോ പറഞ്ഞു, തൊട്ടുപോകരുത് അവളെ, തൊട്ടുപോകരുതെന്ന്. അതാണ് എൻ്റെ അർത്ഥം, എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. ആ ഒരു സ്നേഹമാണ് പറയുന്നത്. എല്ലാവരും അവഗണിച്ചതാണ്, എല്ലാവരും തള്ളിക്കളഞ്ഞു, എറിഞ്ഞു കൊല്ലാൻ വിധിച്ചോളൂ. പക്ഷേ ഈശോ കളയല്ല, നിനക്ക് ഈശോ ഉണ്ട്. അതാണ് ഈശോയുടെ സ്നേഹം, കരുണ. ഈ കരുണയെ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.